ഹായ്. അപ്പോഴേ നമ്മൾ ഇതേപോലെ മുട്ടയൊക്കെ കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അരിയിൽ ഇതേപോലെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് മുട്ട കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഉള്ളവർ ഇതേപോലെയൊക്കെ സൂക്ഷിക്കാറുണ്ട്. അരിയിൽ മുട്ട ഇതേപോലെ കൂർത്ത ഭാഗം മേളി വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങയൊക്കെ വാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ട് ഈ നാരങ്ങയിലെല്ലാം ഒന്ന് ആക്കി കൊടുക്കുക. അങ്ങനെ വെക്കുമ്പോഴത്തേന് നാരങ്ങയുടെ ചാറ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. നാരങ്ങ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചീത്തയായി പോകത്തില്ല. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ വറുത്തതിൻ്റെയൊക്കെ സ്മെല്ല് പെട്ടെന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് പുൽത്തൈലം ഇതേപോലെ ഒരു 3-4 തുള്ളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ബാഡ് സ്മെല്ലെല്ലാം പോകും. അത് മാത്രമല്ല മീനൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സ്മെല്ല് മാറിക്കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സ്പ്രേ ഒഴിച്ചിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ അതേപോലെ തന്നെ കിച്ചൺ എല്ലാം തുടച്ചെടുക്കുക കേട്ടോ. സ്പ്രേ ചെയ്തിട്ട് നനഞ്ഞ തുണി തുടച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലുണ്ട്, ആവശ്യമുള്ളവർ കാണുക.